ഗ്രാമർ ചർച്ചാവേദിയുടെ പുതിയ എപ്പിസോഡിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോപാലകൃഷ്ണൻ തെക്കേപ്പാട്ട്. പല പാരൻസിനും സമയം ലഭിച്ചാൽ പോലും തങ്ങളുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷിലുള്ള ചെറിയ സംശയങ്ങൾ പോലും പരിഹരിക്കാൻ അവർ കഴിയാതിരിക്കുന്നത് പലപ്പോഴും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്തരം പാരൻസിനെ കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ദയവായി ഫോളോ ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പിന്നീട് റെഫർ ചെയ്യാൻ എളുപ്പമാകുമല്ലോ. കൂടുതൽ ആളുകളിലേക്ക് ഈ ചർച്ചാവേദി എത്തിക്കാനായി പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും മാർഗനിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റിൽ നൽകുക. ഫോളോ ചെയ്യാൻ മറക്കരുതേ. നമുക്ക് ആദ്യം കഴിഞ്ഞ ലക്കത്തിൽ ഉന്നയിക്കപ്പെട്ട ആ ചോദ്യം ഒന്ന് വിശകലനം ചെയ്യാം. അടുത്തൊരു സംശയത്തിലേക്ക് വരാം. സംശയം ഇതാണ്: നമ്മൾ വേർബിൻ്റെ 3 ഫോമുകൾ നമ്മൾ സാധാരണ പഠിക്കാറുണ്ട്. V1, V2, V3. ഈ V3 എന്ന് പറയുന്നത് ഗോ, വെൻഡ്, ഗോൺ, റീഡ്, റെഡ്, റെഡ്, റൈറ്റ്, റോട്ട്, റിട്ടൺ, ലുക്ക്, ലുക്ഡ്, ലുക്ഡ്. ഇങ്ങനെ വരുമ്പോൾ മൂന്നാമത്തെ ഫോം എന്തിനാണ് സാധാരണ, എന്താണ് അതിൻ്റെ ആവശ്യം, എന്തിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? പിന്നെ ഇങ്ങനെയുള്ള വേരിയേഷനിൽ ഞാൻ പുസ്തകം നോക്കിയപ്പോൾ മനസ്സിലായത് അത് നോൺ ഫൈനൈറ്റ് വെർബാണ്. നോൺ ഫൈനൈറ്റ് വെർബ് എന്താണ്, അത് ഒന്ന് വിശദീകരിക്കാമോ? ശരിയാണ്. വെർബിന് V1, V2, V3 എന്ന 3 രൂപങ്ങൾ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. V1 എന്നുള്ളത് പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്നു. V2 എന്നുള്ളത് പാസ്റ്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ V3 എന്താണ് എന്ന് നോക്കാം. V3 എന്ന് പറയുന്നത് നോൺ ഫൈനൈറ്റ് ആണെന്ന് താങ്കൾ തന്നെ പറയുകയുണ്ടായി. അത് ഓക്കെ, നമുക്കത് ആ അർത്ഥത്തിൽ തന്നെ എടുക്കാം. അത് നോൺ ഫൈനൈറ്റ് വെർബ് തന്നെയാണ്. ഇനി എന്താണ് നോൺ ഫൈനൈറ്റ് വെർബ് അല്ലെങ്കിൽ എന്താണ് ഫൈനൈറ്റ് വെർബ് എന്ന് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. വെർബിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഫൈനൈറ്റ് എന്നും മറ്റൊന്ന് നോൺ ഫൈനൈറ്റ് എന്നും. ഫൈനൈറ്റ് എന്ന വിഭാഗത്തെ നമുക്ക് പൂർണ്ണക്രിയ എന്ന് വേണമെങ്കിൽ വിളിക്കാം. എന്തുകൊണ്ടാണ് പൂർണ്ണക്രിയ എന്ന് വിളിക്കുന്നത്? ഒരു സെന്റൻസിലെ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയാണല്ലോ വെർബ്. ആ വെർബ് ഏത് കാലത്ത് ഏത് ടെൻസിലാണ് ആ പ്രവൃത്തി ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമുക്ക് ആ വെർബ് നോക്കിയല്ലേ അറിയാവും. അതുപോലെ സബ്ജക്റ്റും വെർബും തമ്മിലുള്ള എഗ്രിമെന്റ്, നമ്മൾ കോൺകോർഡ് എന്ന് പറയുന്ന സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റിൽ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ളതനുസരിച്ച് പലപ്പോഴും വെർബിന്റെ യൂസേജിലും ഈ സിംഗുലർ പ്ലൂറലിന്റെ യൂസേജ് അല്ലെങ്കിൽ നമ്പറിന്റെ യൂസേജ് വ്യത്യാസപ്പെട്ടിരിക്കും. അതായത് സബ്ജക്റ്റിന്റെ നമ്പറിനനുസരിച്ച് അല്ലെങ്കിൽ സിംഗുലർ പ്ലൂറൽ ആണെന്ന് വെച്ച് വെർബിന് മാറ്റം വരുന്നു എന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ ഒരു വെർബിന് ടെൻസും നമ്പറും ബാധകമായിട്ട് വരികയാണെങ്കിൽ അത്തരം ക്രിയകളെ അല്ലെങ്കിൽ അത്തരം വെർബിനെ നമ്മൾ ഫൈനൈറ്റ് വെർബ്സ് എന്ന് പറയും. എന്നാൽ നേരെ മറിച്ച് ഒരു സെന്റൻസിലെ നമ്പർ, ടെൻസ് ഇത് രണ്ടും ബാധകമാകാതെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള വെർബുകളാണ് നോൺ ഫൈനൈറ്റ് വെർബുകൾ. പലപ്പോഴും നമുക്കൊരു സെന്റൻസിൽ ഒന്നിൽ കൂടുതൽ വെർബിന്റെ പല ഫോമുകൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു സെന്റൻസിൽ ഒരു ഫൈനൈറ്റ് വെർബേ യൂസ് ചെയ്യുള്ളൂ. പൊതുവെ അങ്ങനെയാണല്ലോ, ഒരു സെന്റൻസിൽ ഒരു ഫൈനൈറ്റ് വെർബേ യൂസ് ചെയ്യുള്ളൂ. വീണ്ടും ഒരു വെർബിന്റെ ഫോം അതിനോടടുത്ത് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഫൈനൈറ്റ് വെർബ് നമ്മൾ വീണ്ടും ഉപയോഗിക്കാറില്ല. പകരം ഒരു നോൺ ഫൈനൈറ്റ് രൂപമാണ് അവിടെ ഉപയോഗിക്കുകയുള്ളൂ. അപ്പൊ എല്ലാ വെർബിനും ഫൈനൈറ്റ്, നോൺ ഫൈനൈറ്റ് വിഭാഗങ്ങളുണ്ട്. എല്ലാ വെർബിനും അത്തരം രൂപങ്ങളുണ്ട്. അപ്പൊ നോൺ ഫൈനൈറ്റ് വെർബ് എപ്പോഴാണ് യൂസ് ചെയ്യുക? ഒരിക്കൽ പൊതുവെ ഒരു ഫൈനൈറ്റ് വെർബ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതേ ക്ലോസിൽ അല്ലെങ്കിൽ ആ വാക്യ ഭാഗത്ത് പിന്നെ നമ്മൾ ഒരിക്കലും ഒരു ഫൈനൈറ്റ് വെർബ് യൂസ് ചെയ്യാറില്ല. അവിടെയാണ് നമുക്ക് നോൺ ഫൈനൈറ്റ് വെർബിന്റെ ആവശ്യം വരുന്നത്. അവൻ ഓടിപ്പോയി, ഓടി പോയി, ഓടി പോകും, ഓടി പോകുന്നു, പോയി പോകുന്നു എന്നൊക്കെയുള്ളത് ഫൈനൈറ്റ് വെർബാണ്. അപ്പോൾ ഓടിയാണ് പോകുന്നത്. ആ ഓടി എന്നുള്ളതിന് പകരം എന്താണത്? അതൊരു നോൺ ഫൈനൈറ്റ് വെർബാണ് ഇംഗ്ലീഷിൽ പറയുക. ക്ലിയർ ആയല്ലോ? ഇനി ഈ നോൺ ഫൈനൈറ്റ് വെർബ് എന്താണെന്നാണ് ഇപ്പോൾ നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. നോൺ ഫൈനൈറ്റ് വെർബ് 2ആയി തിരിച്ചിട്ടുണ്ട്. പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നും. പ്രസന്റ് പാർട്ടിസിപ്പിൾ ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പ്രസന്റ് പാർട്ടിസിപ്പിളിൽ 3 തരം
നോൺ ഫൈനൈറ്റ് വെർബുകളാണ് ഉള്ളത്. ഒന്നാമത്തെ ജെറണ്ട്. ജെറണ്ട് നമുക്കെല്ലാം അറിയാം, വെർബിനോടൊപ്പം ING ഫോം കൂടി ചേർത്ത് പറയുന്ന വെർബ് ഫോമുകളാണ് ജെറണ്ട് ഫോം. റൺ, റണ്ണിങ്, ഗോ, ഗോയിങ്, റൈറ്റ്, റൈറ്റിംഗ്, ജെറണ്ട് ഫോം. നെക്സ്റ്റ് വന്ന് ഇൻഫിനിറ്റീവ്. ഇൻഫിനിറ്റീവ് ഇൻഫിനിറ്റീവ് എന്ന് പറയുമ്പോൾ വെർബിനോടൊപ്പം ടു എന്ന വാക്ക് ചേർത്ത് ഉപയോഗിക്കുക. ഗോ, ടു ഗോ, റീഡ്, ടു റീഡ്, റൈറ്റ്, ടു റൈറ്റ്, ടു ചേർത്ത് പറയുന്ന വിഭാഗങ്ങളാണ് രണ്ടാമത്തത് ഇൻഫിനിറ്റീവ് എന്ന് പറയും. മൂന്നാമത് ബേസ് ഫോമാണ്. റീഡ്, റൈറ്റ്, മേക്ക് എന്നിങ്ങനെയുള്ള ഫോം തന്നെയാണ് ബേസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതും ഒരു നോൺ ഫൈനൈറ്റ് വെർബ് തന്നെ. ഇത് മൂന്നെണ്ണമാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ വരുന്നത്. ഇനി നോൺ ഫൈനൈറ്റ് വെർബിലെ രണ്ടാമത്തെ വിഭാഗമാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പ്രസന്റ് പാർട്ടിസിപ്പിൾ മൂന്നെണ്ണം ഉണ്ടെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഒന്നേ ഉള്ളൂ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഒന്നേ ഉള്ളൂ. അതാണ് V3 ഫോം. നമ്മൾ വെർബിന്റെ മറ്റ് രണ്ട് ഫോമിനോടൊപ്പവും ബൈഹാർട്ട് ചെയ്ത് അല്ലെങ്കിൽ കാണാതെ പഠിച്ചു പോകുന്ന മൂന്നാമത്തെ ഫോമാണ് V3 ഫോം എന്ന് പറയുന്നത്. ഗോ, V1, വെൻഡ്, V2, ഗാൺ, V3. റൈറ്റ്, V1, റോട്ട്, V2, V3 ഏതാണ്? റിട്ടൺ, റിട്ടൺ, ഫോർഗോട്ടൺ, ലുക്ഡ് എന്നിങ്ങനെ വരുന്ന ഫോമുകളാണ് നമ്മൾ പറയുന്ന V3, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ മൂന്നെണ്ണം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഒരെണ്ണം. ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് നമ്മുടെ ചോദ്യത്തിൽ ആധാരമായിട്ടുള്ളത്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, ഒരു സെന്റൻസിൽ എപ്പോഴാണ് ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നാണ് ചർച്ച. ഈ നോൺ ഫൈനൈറ്റ് വെർബിലെ V3 എന്ന് പറയുന്ന പാസ്റ്റ് പാർട്ടിസിപ്പിൾ എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുക എന്ന്, അല്ലെങ്കിൽ അതിന്റെ ഉപയോഗം എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. കാത്തിരിക്കുക.